ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ക്യാബ് ക്രിയേഷൻ. ഇന്നൊരു ക്രിയേറ്റീവ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതെൻ്റെ മകൻ്റെ ഫസ്റ്റ് 1 വയസ്സിൽ മേടിച്ചു കൊടുത്ത ഒരു സ്റ്റഡി ടേബിളാണ്. ഇതിനെ അങ്ങ് അഴുക്കായിപ്പോയി. അപ്പോൾ ഇതിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ അതിൻ്റെ മേലെ ഒരു സ്പ്രേ പെയിൻറ്റ് ചെയ്ത് ഒരു ഡിസൈൻ ജസ്റ്റ് ഒന്ന് വരച്ചു. ഒരു ക്ലേ വെച്ച് വരച്ചിട്ട് അതിനെ പിള്ളേരെ കൊണ്ട് തന്നെ ഞാനിത് പെയിൻറ്റ് ചെയ്യിപ്പിച്ചു. ഇതൊക്കെ എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വളരെ ക്ഷമയോടുകൂടി മിററ് ഓരോന്നായിട്ട് ഞാനും എൻ്റെ മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഓരോരോ മിറർ വർക്കായിട്ട് പതുക്കെ ചെയ്തെടുത്തതാണ്. ശരിക്കും കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ഇതേപോലെ മിറർ വർക്ക് ചെയ്യിപ്പിക്കുമ്പം അവരുടെ കൊഗ്നിറ്റീവ് എബിലിറ്റിയും അതേപോലെ തന്നെ ഹാൻഡ് സ്കിൽസും വളരെയധികം കൂടും. അപ്പം ഈ വെക്കേഷൻ സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് വളരെയധികം ഇപ്പം കുറച്ച് കുസൃതികളായിട്ടുള്ള പിള്ളേരാണെങ്കിൽ ഒന്ന് പിടിച്ചിരുത്താനൊക്കെ ഇതേപോലെയുള്ള പരിപാടികൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം വളരെ സമയമെടുത്താണ് ചെയ്തത്. നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ റെസിൻ. കാരണം നമുക്ക് ഇനി പൊടിയോ അഴുക്കോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് പിന്നെ അത് ചീത്തയാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെസിൻ പോലെയുള്ള ഒരു സാധനം, ഒരു കോട്ടിങ് കൊടുത്തേ പറ്റുള്ളൂ. റെസിനും ഹാർഡ്നറും നന്നായിട്ടിരിക്കും. വേണമെങ്കിൽ ഇച്ചിരി ഹാർഡ്നർ കൂടുതൽ ഒഴിച്ചാലും സാരമില്ല. ഇതെൻ്റെ ഒരു ടിപ്പാണെന്ന് വിചാരിച്ചു. കാരണം പലപ്പോഴും ഹാർഡ്നർ അല്പം എങ്ങനെയും കുറഞ്ഞു പോയാൽ നമ്മുടെ ഹാർഡ് വർക്ക് തന്നെ കുളമായി പോകും. എല്ലായിടത്തും സ്റ്റിക്കി ആയിട്ട് മാറിപ്പോവും. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ റേഷ്യോ കറക്റ്റ് ആണെങ്കിലും കുറച്ച് ഹാർഡ്നർ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സേഫായിരിക്കും. അപ്പം നല്ല കട്ടിക്ക് തന്നെ അത് വരികയും ചെയ്യും. അത് 24 hours എടുക്കത്തുമില്ല. അപ്പം ഞാൻ ഇച്ചിരി കൂടെ ഹാർഡ്നർ ഒഴിച്ചു. 1:1 എന്നുള്ള റേഷ്യോയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഒരു ക്ലോഗി കൺസിസ്റ്റൻസി ആയിരിക്കും. എന്താണ് പറയുക, ഒരു ക്ലാരിറ്റി ഇല്ലായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നല്ല ക്ലാരിറ്റി വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. ഞാനൊരു 24 hours കഴിഞ്ഞ ശേഷം ഇത് എത്രമാത്രം എൻ്റെ പഴയ ടേബിൾ എത്രമാത്രം ചേഞ്ച് വന്നു എന്നുള്ളത് കാണാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ കറണ്ട് പോവുകയും ചെയ്തു, ഇൻവെർട്ടറും പോയി. അപ്പം നമ്മൾ ക്യാനിൽ എടുത്തുകൊണ്ട് വന്നപ്പം ബൈ ചാൻസ് കിട്ടിയ ഇതാണ് എൻ്റെ ഈ ആർട്ട് വർക്കിന് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. മീൻസ് ഞാൻ ക്യാനിൽ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇതിങ്ങനെ തിളങ്ങുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതാ കറക്റ്റ് വീഡിയോ, അവസാനം ഇത് കാണിക്കേണ്ടത്. കാരണം ഇങ്ങനെ തിളങ്ങുന്നത് കാണിക്കാം എന്ന് കരുതി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ക്യാബ് ക്രിയേഷൻ.